ചായയും കടിയും കിട്ടുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. 3 മണിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടോടെ ഐറ്റം കിട്ടും. ആ ചേട്ടൻ അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് അത് കാണാം. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ആ ചേട്ടനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇവിടെ ബജ്ജി, വാഴക്കാപ്പം, സുഖിയൻ, മുട്ട ബജ്ജി, വട, പരിപ്പ് വട, വെട്ടി കേക്ക് ഇതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. മുളകൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ചേട്ടനകത്ത് കട്ട്ലേറ്റിൻ്റെയും കുറച്ച് സമൂസൻ്റെയും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തോ എടുത്തുകൊണ്ടിരിക്കുന്നത്? ചിക്കൻ കട്ട്ലേറ്റ് ലൈവായിട്ട് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ ഫുഡും സ്വന്തമായി ചെയ്യുന്നത്. ഇത് ചിക്കൻ കട്ട്ലേറ്റ് അല്ലേ? കട്ട്ലേറ്റ് ഈ ഇരിക്കുന്ന കക്കാർത്തി സമൂസ. ഇതാ കട്ട്ലേറ്റ് തന്നെ. ആ ചിക്കൻ കട്ട്ലേറ്റ് തന്നെ. ഇതിപ്പോ ഒരു വട്ടം അച്ചീവ് ചെയ്തിട്ട് ഒരു വട്ടം പൊടി മുക്കിയതല്ലേ? ഇപ്പൊ രണ്ടാമതും 2 വട്ടം ചെയ്യുമല്ലേ? ഇതൊക്കെ ലൈവായിട്ട് വറക്കാനുള്ള മുളകല്ലേ? ബജ്ജി മുളക് എല്ലാം കീറി വെച്ചേക്കാണ്. ഇവിടെ പച്ചമുളകും കാര്യമല്ല. കറക്റ്റ് 3 മണിയാകുമ്പോൾ ചൂട് ചായയും കടിയും കുടിക്കുക ഇവിടെ വന്നാൽ. തീർച്ചയായിട്ടും. ഇവിടെ എന്തൊക്കെ ഐറ്റം കറക്റ്റ് ആയിട്ടുള്ളത്? ഇനിയുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ഉള്ളിവട ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. 10-17 ഐറ്റം ഇവിടെ ഉണ്ടാവും ഒരു 3-3:30 മണിയോടെ. ഇപ്പോഴും ഒരു 4-5 ഐറ്റം ചുട്ട് വെച്ചിട്ടുണ്ട്. 8 ഐറ്റം ഉണ്ടല്ലേ? ഇപ്പൊ തന്നെ ഉണ്ട് ഐറ്റങ്ങളൊക്കെ. ആ, ഞാൻ പറഞ്ഞായിരുന്നു, അത് ഞാൻ എണ്ണിയില്ല, പെട്ടെന്ന് പറഞ്ഞു പോയതല്ലേ. 8 ഐറ്റം ഉണ്ട് ഇപ്പൊ. ഈ ബാക്കി പുറകെ ആയി വേണം. ബാക്കിയുള്ള മെയിൻ ഐറ്റം ഇതിനകത്ത് ഏതാണ്? ഇവിടെ മെയിൻ ഐറ്റം ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലേറ്റ് സമൂസ. അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നതിന്റെ രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എണ്ണ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്ന മാത്രം, ഒന്നും വരവില്ല. എല്ലാം ചെയ്തിട്ട് കറക്റ്റ് 3 മണിയാകുമ്പോൾ ചെയ്യും. കാരണം ഇപ്പോഴേ വേണമെങ്കിൽ ചെയ്തു വെക്കാം. ഇപ്പൊ ചെയ്ത ആൾക്കാർ വരുമ്പോ ആ ചൂടും ആ ഇതൊക്കെ പോവല്ലേ? ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും. എല്ലാ ടേസ്റ്റും പോവല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? ആൾക്കാർ വരിക, ഉണ്ടാക്കി കൊടുക്കുക 3 മണി ചൂടോടെ. അതും തിരക്കി വരുമല്ലേ? ഇന്ന് കോളേജ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറവ്. അല്ലെങ്കിൽ ഇപ്പൊ നല്ല കച്ചവടം. അപ്പൊ ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് നടരാജൻ. നടരാജൻ ചേട്ടന്റെ ചായക്കടയാണിത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയായിരുന്നു? അറവാട്, പുന്നപ്പുറ ചന്തയ്ക്ക്. അത് നമ്മുടെ അറവാട് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ? തെക്ക് വശത്തായിട്ട് വരും. അവിടെ തന്നെ ഒരു കുഞ്ഞു കടയാണ്. പക്ഷെ അത് ചൂടോടെ വന്ന് നിങ്ങൾക്ക് ചായയും കടിയും കുടിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ചേട്ടൻ ഇപ്പൊ തന്നെ അത് ഇപ്പൊ എല്ലാം ആക്കി വെച്ചേക്കും. അത് എണ്ണയിലിട്ട് വറുത്താൽ സാധനമാവും. പക്ഷെ അത് ആൾക്കാർ വരുമ്പോ ആ ചൂടോടെ തിന്നാൻ പറ്റത്തില്ല. ആവശ്യക്കാർക്ക് മാത്രമേ ഇപ്പൊ ചെയ്തു. ആവശ്യം വന്ന ഇപ്പൊ ലൈവായിട്ട് ചുട്ടു കൊടുക്കുമല്ലേ? അല്ല, ഇപ്പൊ ആവശ്യക്കാർ വന്ന് 2 എണ്ണം ഒക്കെ പറഞ്ഞാൽ വറുത്ത് കൊടുക്കും. ഇത് 2 വറുക്കാവും. നമുക്ക് അവരോട് അതിന്റെ ടേസ്റ്റും കൂടെ ലൈവായിട്ട് പറയാം. ലൈവായിട്ട് നമുക്ക് 2 എണ്ണം നമുക്ക് വേണ്ടി ഇപ്പൊ വറുത്ത് തരും. തീ ഓണാക്കി 3 മണിയാകുമ്പോൾ 2 ചട്ടി കടിയാവും. ഇതിലെല്ലാം അച്ചുണ്ടല്ലേ? എല്ലാത്തിനും അച്ഛൻ ചേട്ടൻ്റെ കയ്യിലുണ്ട്. കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് എല്ലാത്തിനും അച്ഛൻ. ആ, കാറ്ററിംഗ് കൂടെ ഉണ്ടല്ലേ? കാറ്ററിംഗിൽ അപ്പോൾ വീട്ടിലതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ഇതിപ്പോ ആരെങ്കിലും വിളിച്ചാൽ പോയി ചെയ്തൊക്കെ കൊടുക്കുമോ ചേട്ടൻ? ചെയ്ത കാറ്ററിംഗ് എന്തൊക്കെ ഐറ്റം വെച്ച് കൊടുക്കും? എന്തൊക്കെ ഐറ്റം വെച്ച് കൊടുക്കും? ബിരിയാണിയാണ്, ഫ്രൈഡ് റൈസ് ആണെങ്കിലും പൊറോട്ട, ഇതൊക്കെ എല്ലാം അടിക്കും. എല്ലാം ചെയ്തു തരും. 5 ഫ്ലേവറിന്റെ കട്ടൻ ചായ ഉണ്ട്. ഇവിടെയാ കാറ്ററിംഗില്ല? 5 ഫ്ലേവറിന്റെ കട്ടൻ ചായ, ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇതെല്ലാം ചെയ്ത് കൊടുക്കും. കട്ടൻ ചായ കൊടുക്കും. ചെറിയ ഉണ്ണിയപ്പം, ചെറിയ പഴംപൊരി, ചെറിയ മുളക് ബജ്ജി. ആ ഫ്രണ്ടില് മറ്റേ കെയർ വരുമ്പോ വെക്കുന്ന പോലെ അതും വെക്കും. അതൊരു കൗണ്ടറിൽ അതും വെക്കും. ലൈവായിട്ട് ഫ്രഷ് ജ്യൂസ് വേണ്ട പാർട്ടിക്കാണെങ്കിൽ അങ്ങനെ അത്. അതല്ലാതെ ഡ്രിങ്ക്സ് കളയ്ക്കുന്നവർക്ക് അങ്ങനെ അത്. കാണുമ്പോ ഈ കൊച്ചു കടയിൽ ഇരിക്കുന്നെങ്കിലും ഈ ചേട്ടനൊരു പുലിയാണ്. കാരണം ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അതുകൂടാതെ വീട്ടിൽ കാറ്ററിംഗിന്റെ പരിപാടിയും ഉണ്ട്. 100 രൂപ മുതൽ 1700 രൂപ വരെ ഒരാളുടെ ഫുഡിന് ഇപ്പൊ വാങ്ങുന്നു. ആണോ? ഇപ്പൊ നിലവിൽ വാങ്ങുന്നുണ്ട്. 100 രൂപയ്ക്ക് ഫുഡുണ്ട്, 1700 രൂപയ്ക്ക് ഫുഡുണ്ട്. 1700 രൂപ 1700 ഫുഡുണ്ട്. ആ കപ്പയും കഞ്ഞിയും വരെ എല്ലാം എല്ലാ ഐറ്റവും ഉണ്ട്. നിങ്ങൾ വരുമ്പോ എന്ത് വേണം അവിടെ ഉണ്ടാവും. ദോശ തന്നെ ഒരുപാട് അധികം. അല്ല, ഇവിടെ ഇവന്റെ കപ്പ കറച്ചായിട്ട് അങ്ങനെയുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഈ പറഞ്ഞ ഐറ്റം. ഇവിടെ ചായ കടി. ഇവിടെ അതൊന്നും അങ്ങേറി. ആ, അതിനുള്ള ലൈസൻസേ ഉള്ളല്ലേ? മറ്റൊന്ന് കഴുകി വേസ്റ്റ് ഒഴിക്കാൻ സ്ഥലമില്ല. മണം അതുകൊണ്ട് അതൊന്നും പാചകം കാറ്ററിംഗിൽ ഇല്ല എങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. കാറ്ററിംഗ് ഉണ്ടെങ്കിൽ നടക്കത്തില്ല അതിന്റെ പരിപാടിക്ക്. അല്ലെങ്കിൽ കൊച്ചു ചായക്കടയായിട്ട്
ചേട്ടനിവിടെ കാണും. ഇന്നൊരു പരിപാടിയേ ഉള്ളൂ, ആ, അത് ഞാൻ പണിക്കാറുണ്ടറിയുള്ളൂ. അതുകൊണ്ട് ചായക്കടയിലോട്ട് പോകുന്ന വെച്ച് ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടെ ചെന്ന് വേണ്ടാക്കി ചായ പോകുന്നു. അത്രേ ഉള്ളൂ. ബാക്കി അത് അന്തരക്കാരാണ് ഫുള്ള് നേരത്തോ, അപ്പോൾ അവൻ നോക്കിക്കോളൂ. ആ ഒരു കിച്ചൺ അന്തരക്കാരുടെ കൈ കൊടുത്തിരിക്കുക, അവൻ നോക്കിക്കോളൂ കറക്റ്റ്. എന്തൊക്കെ ചായ? ബൂസ്റ്റ്, ഹോർലിക്സ്, ബ്രൂ എല്ലാം ഉണ്ടല്ലേ? കോഫി ഉണ്ട്, ബ്രൂ കോഫി ഉണ്ട്, ബ്രൂസ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ചായ, പാല് എല്ലാം ഉണ്ട്. പിള്ളേർക്ക് വേണ്ട കോളേജ്. ആ, അപ്പുറത്ത് കോളേജും കൂടെ ഉണ്ടല്ലോ. അവരുടെ ബെസ്റ്റ് സ്പോട്ടായിരിക്കും അവരുടെ. അവരാണ് നമ്മുടെ ജീവിതം. ഇവിടെ അവരുണ്ടെങ്കിൽ കച്ചവടമില്ല, കച്ചവടമൊന്നുമില്ല. ഇന്ന് പിന്നെ വെറുതെ നിൽക്കാന്നേ ഉള്ളൂ. കുറച്ച് പാർസലുണ്ട്, ശനിയാഴ്ച വീട്ടിൽ പോകുന്ന ഒരാൾക്കുണ്ട്. അല്ലെങ്കിൽ അവർ വന്ന് വരും, അതല്ലേ പറഞ്ഞത്. അവർക്ക് ലൈവായിട്ട് 3 മണിക്ക് കൊടുക്കാനാണ് അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ വന്നപ്പോ ലൈവായിട്ട് 2 മണിക്ക് 2 വരുത്ത് തരുന്നു. കണ്ടാ, നമ്മള് പറഞ്ഞ തീ ചൂടാക്കി ഇട്ട്. വേറൊരു ചായക്കട എനിക്കറിയത്തില്ല 2 പറഞ്ഞ വറുത്ത് തരുവാന്ന് ഒരുമിച്ച്. വന്ന് ലൈവായിട്ട് പറഞ്ഞുകൊണ്ട് ചേട്ടൻ വർക്ക് ചെയ്യാണ്. അതാണ് എപ്പോഴും ചട്ടിയത് കുറച്ച് തന്നെ ആയിരിക്കും. രാവിലെ ഒന്ന് കുറച്ച് തന്നെ ഒഴിക്കും, പുതിയത് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് 2 സമൂസ 2 കട്ട്ലേറ്റ് വേണം. അത്രേ ഉള്ളൂ. ഇവര് കോരുന്ന സാധനമാണല്ലേ, വറുത്ത് കോരി എടുക്കുന്ന പഴമൊക്കെ. കട്ട്ലേറ്റ് സമൂസയാ. ആ, എത്രയൊക്കെ വേണം? കട്ട്ലേറ്റും ഒരു കട്ട്ലേറ്റും 2 കട്ട്ലേറ്റും സമൂസ ഇട്ടേക്കുന്നു. ഒരു സമൂസയോ അതുകൊണ്ടോ? ആ, തരണം. 2 ഇട്ടേക്കുന്നു. ലൈവായിട്ട് ഇടുകയാണ്. ലൈവായിട്ട് ഇട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിന് സാധനം ചെയ്തു. ഇങ്ങനെ ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ലൈവായിട്ട് ചെയ്തു തരുന്ന. സാധാരണ ചിക്കനും മുഖ്യം മേടിക്കാൻ പോകുമ്പോൾ ഇട്ട് ലൈവായിട്ട് ഇങ്ങനെ അതിൻ്റെ ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്തു തരുന്ന. ഇതേ ലൈവായിട്ട് ചെയ്തു തരുവാണ്. അത് കക്കാർച്ചി അല്ലേ? കക്കാർച്ചി തിളക്കിയാണ്. ഇല്ലാതെ അതവിടെ തയ്യാറാക്കി വെച്ചേക്കാണ്. പറയുന്നവർക്ക് സ്പോട്ടി സാധനം കൊടുക്കും, അതാണ്. ചായ ആണെങ്കിലും ഇപ്പൊ ഇട്ട് ലൈവായിട്ട് അതിൻ്റെ കൂടെ കൊടുത്തേക്കും. എല്ലാം ലൈവായിട്ട് കൊടുത്തേക്കും. ബ്രെഡ് പൊരിച്ചതൊക്കെ ഉണ്ടോ? അപ്പൊ ആ, നല്ലവണ്ണം തിളച്ചോണ്ടിരിക്കുകയാണ്. ചൂടോടെ ഈ ഇങ്ങനെയുള്ള കടി ഐറ്റംസ് ഒക്കെ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രിപ്സ്, അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ആ മുരുമുരുപ്പ് ഇതൊക്കെ കടിക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കും, അത് കിട്ടണം. അതിനകത്ത് മെയിനായിട്ട് ആ പരിപ്പോടയിലാണ് ഞാൻ കഴിച്ചതിൽ കൂട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ മുരുമുരുപ്പ് പരിപ്പോടെ ചൂടോടെ കഴിക്കുമ്പോൾ. അപ്പൊ ഈ ഐറ്റം ഒക്കെ കുറച്ച് മുമ്പേ പൊരിച്ചിട്ട് വേണം. അപ്പോൾ ആ, അതിനിപ്പോ ഇതിനൊക്കെ ഓർഡർ ഉള്ള പോലെ ആൾക്കാർ വരും അല്ലേ? അത് കോളേജ് അല്ലേ? 2 ഉണ്ടല്ലേ? അറുപത് സ്കൂളിൽ അപ്പുറത്തും ഇപ്പുറത്തും. ആ, ക്യാമലിന്റെ അവിടെ സ്കൂളിൽ കലോത്സവം നടക്കാം. ഇന്നലെ ഇന്നൊക്കെ കലോത്സവമാണ്. അതാണ് പിള്ളേർ വരും. അവിടെ ചേട്ടൻ ഈ ഫീൽഡ് തന്നെയാണ്, ഈ ചായക്കട ഫീൽഡായിരുന്നു. അതിപ്പോ കാറ്ററിംഗ് ഫീൽഡായിരുന്നു. ഞാൻ കാറ്ററിംഗ് ഫീൽഡ്. അവിടുന്ന് പിന്നെ ഈ കൊച്ചു ചായക്കടയിലോട്ട് ഇട്ടാണ്. കോവിഡ് സാഹചര്യം വന്നപ്പോ എല്ലാവർക്കും ഇടിവായി പോയി. അതല്ലേ ഏറ്റവും കൂടുതൽ ഈ 2024 ഏറ്റവും കൂടുതൽ. എനിക്ക് ഒരു 70 ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് പോകണം. കൊറോണയാണ് ഏറ്റവും കൂടുതൽ. കൊറോണ എന്ന് പറഞ്ഞത് ഫ്രീസർ, പാലായിരുന്ന 3 ഫ്രീസർ, കട്ട്ലേറ്റിന്റെ മോട്ടർ 2, വെള്ളം എടുക്കുന്ന മോട്ടർ 2, ഞങ്ങൾ കൊണ്ടുപോകുന്ന മോട്ടർ 1, മിക്സി 2 വാങ്ങുമ്പോൾ നഷ്ടം. അതുപോലെ സ്റ്റീലിന്റെ പാത്രങ്ങൾ നമ്മൾ തുരുമ്പായിപ്പ്, സ്റ്റീൽ പാത്രം ഫുള്ള് തുരുമ്പായിപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നീട് കൊറോണ വന്നത് എല്ലാവർക്കും ഒരു ദുരന്തമാണത്. 70 പൈസ അതിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു 70 ബക്കറ്റ് ബേസിന്. അതുതന്നെ ഈ ഡിന്നറിന് ഒരുപാട് പാത്രങ്ങൾ ചെറുത് കൂടുതൽ വേണം, ടേബിള് സെറ്റ് ചെയ്യേണ്ടതെല്ലാം. അപ്പോൾ അത് കാരണം ഒരുപാട് പാത്രങ്ങൾ, ചെറിയ പാത്രങ്ങൾ ഒരുപാട് വരും. എന്നുവെച്ചാൽ ലോങ് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ പോയി. അല്ലെങ്കിൽ ഞാൻ പോയി എങ്ങനെയെങ്കിലൊക്കെ ഉണക്കി തിരിച്ചൊക്കെ പെറുക്കി എങ്ങനെയെങ്കിലും കളഞ്ഞു വരും. 2 വട്ടം അവിടെ എന്നെ പോലീസ് വിളിച്ചു ഇതിന് വേണ്ടി പോയിട്ട്. രാത്രിയാണ് പോയത് 2 വട്ടം. കാരണം ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഒരാളും കൂടെ വേണം. അങ്ങനെ സ്കൂട്ടർ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചു പോയി. എനിക്ക് ഭയങ്കര നഷ്ടമാണ്. ഭയങ്കര കട്ട്ലേറ്റ് ലൈവായിട്ട് കുറച്ചു കിടന്ന് മൊരിയുവാണ്. ആയില്ലേ? കട്ട്ലേറ്റ് ആയല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന രാമപുരത്താണ്.
പാല രാമപുരം ഏറ്റവും പുറത്തോടെ കാറ്ററിങ്ങിൻ്റെ ആ ചേട്ടാക്കി 2 പരിപ്പൊടി 2 നമുക്ക് കഴിച്ച് നോക്കുന്ന ആ പ്ലേറ്റും ആയിട്ടുണ്ട്, സമൂസ ആയിട്ടുണ്ടോ, നല്ല ചൂടോടെ തന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഇത് ചൂടോടെ വേണം കഴിക്കാൻ, എന്നാലും അതിൻ്റെ ഒരു സോസ് വേണം, മുളക് സോസ് മതി. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല ചൂടും നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു മുരുവരുപ്പിൻ്റെ ഒച്ച, അതെ ആ ഒച്ച വരെ കിട്ടുന്നുണ്ട്. അടിപൊളി സാധനം.